ഹലോ ഗായ്സ്, ഇന്നലത്തെ ബിഗ് ബോസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയാണ്. നമ്മുടെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് ഗബ്രി ജാസ്മിനെ പ്രപ്പോസ് ചെയ്യണ ഒരു സീനുണ്ടായിരുന്നു. സോ അതിന് മുന്നേ ഇവർ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. അവർ ഓൾറെഡി മിണ്ടാതിരിക്കുകയായിരുന്നു. അപ്പം മിണ്ടാതിരുന്നിട്ട് ഇവർ ഈ സോഫയിൽ വന്നിരുന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ് വെല്ലൊക്കെ വിളിച്ചിട്ട് പോവാണ്. ജാസ്മിൻ പോവാണ്ട് നീ എന്തോന്ന് വെച്ചാൽ കാണിക്കടാന്നും പറഞ്ഞ് പോവാണ്. പോയിട്ട് ഒരു പുലർച്ചെ 2:10 ആയപ്പം ഗബ്രി വന്ന് നോക്കിയപ്പോൾ ജാസ്മിൻ ഭയങ്കര കരച്ചിലാണ് ഗൈസ്. അപ്പം നമ്മുടെ ബിഗ് ബോസ് ഇവർ പയ്യാണ് സംസാരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് നമുക്ക് സബ്ടൈറ്റിൽ തന്നിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ച് ജാസ്മിൻ കരയിലെ സോറി എന്നിട്ട് പ്രപ്പോസ് ചെയ്യാണ്. പ്രപ്പോസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാമല്ലോ. അങ്ങനെ ഇത്രയും നാളും ഒരു ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞ് അവസാനം ഗബ്രി ജാസ്മിനെ പ്രപ്പോസ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ അത് ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അത് കഴിഞ്ഞ് പ്രപ്പോസൊക്കെ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ആയപ്പോഴും ഗബ്രി മൂഡ് ഓഫ് ആണ്. കാരണം ജാസ്മിൻ റിപ്ലൈ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഇന്നലെ ജാസ്മിൻ ഒരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ പവർ ബെല്ലിൽ പോയി ഒരു തട്ട് എടുത്തിട്ട് പോയി. അത് ഇന്ന് എന്താവോ നമുക്ക് നോക്കാം. അപ്പോൾ അവർ മുന്നേ അവിടെ ഇരുന്ന് സംസാരിച്ച കാര്യങ്ങളെന്ന് വെച്ചാൽ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കണം, നിന്നെ വിളിച്ചുണർത്തിയതിനെ കൊണ്ടാണ്, സോറി ഞാൻ ഇനി എന്ത് വേണം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ബാക്കിയുള്ളവരെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവർ പ്രപ്പോസ് ചെയ്യുന്നല്ല, ഇവർ വഴക്കുണ്ടാക്കണം. അപ്പോൾ അവർ പറയുകയാണ്. അപ്പോൾ അതിൽ അർജുൻ പറയുന്നുണ്ട്, സ്നേഹമുള്ളിടത്താണല്ലോ വഴക്കുണ്ടാവുന്നത്, കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയണം, ഞാൻ നിന്നോടൊന്നും ചെയ്യാൻ വന്നിട്ടില്ല. ജാസ്മിൻ്റെ തല പൊട്ടിത്തെറിക്കണം. ആ സീനൊക്കെ നിങ്ങൾ കാണാം, അതൊക്കെ പൊളിയാണ് ഗൈസ്. അപ്പം ഓരോരോ ഭാവങ്ങളൊക്കെ മിന്നി മറിയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ തലയൊക്കെ പൊട്ടിത്തെറിക്കുകയാണ്. ഞാൻ എന്ത് പറയാനാണ്, എങ്ങനെ റിയാക്ട് ചെയ്യും, ഒരു ഐഡിയ ഇല്ല. ഞാൻ നിന്നെ വിളിച്ചുണർത്തി, അതെൻ്റെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കിയുള്ളവർ, എനിക്കൊന്ന് ഋഷിയാണെന്ന് തോന്നുന്നു, ഋഷി പറയുന്നുണ്ട് ജാസ്മിൻ്റെ കളി തുടങ്ങി ഇതൊക്കെ പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇതൊക്കെ രാത്രിയാണ് സംഭവം ഇതൊക്കെ. എന്നിട്ട് ഗബ്രി ഇതൊക്കെ ഈ ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഗബ്രി പറയും, ഇത് നീ എടുത്ത ബാഡ് ഡിസിഷനാണ്. ഇത്രയും ദിവസം നമ്മൾ തമ്മിലുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം തന്നെ നിന്ന്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഇവരെല്ലാവരും നോക്കിയിരിക്കുമ്പോഴാണ് നീ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യണത്. നീ എന്താണ് കാണിക്കുന്നത്, നിൻ്റെ ഗബ്രി പറയാനുണ്ട്, നിൻ്റെ ഓവർ റിയാക്ഷനൊക്കെ ഞാൻ സഹിച്ച്, ഇത്രയും നാൾ ഞാൻ സഹിച്ച്, ഇപ്പോഴും ഇത്രയും ആൾക്കാർ നോക്കിയിരിക്കുമ്പോഴാണ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിന് എൻ്റെ ഭാഗത്ത് നിന്നുള്ള റിയാക്ഷൻ മോശമായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ജാസ്മിൻ പറയും, നീ എന്താണെന്ന് വെച്ചാൽ കാണിക്കണമെന്ന് പറഞ്ഞ് ജാസ്മിൻ അവിടെ നിന്ന് എണീറ്റ് പോയിട്ടാണ് പിന്നെ ഈ 2:10 ആകുമ്പം ഈ ജാസ്മിൻ ഒറ്റയ്ക്ക് അവിടെ കിടന്ന് കരയുമ്പം ആശ്വസിപ്പിക്കാൻ വരുന്നതാണ് ഇത് ഗൈസ് ഗബ്രി. അപ്പോൾ ഗബ്രി ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നിട്ട്, അപ്പോൾ ജാസ്മിൻ ഭയങ്കര കരച്ചിലാണ്. ഇവിടെ നിന്ന് ജാസ്മിൻ വെല്ലമൊക്കെ വിളിച്ചിട്ട് പോയിട്ട് അവിടെ ചെന്ന് ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ കരയുമ്പോൾ ആശ്വസിക്കാൻ വേണ്ടി നമ്മുടെ ഗബ്രി വന്നിട്ട് ജാസ്മിനെ പ്രപ്പോസ് ചെയ്യുന്നത്. പക്ഷേ ജാസ്മിൻ അതിന് മറുപടിയൊന്നും കൊടുക്കുന്നില്ല. എന്തായാലും പക്ഷേ ഇതിന് മുന്നേ വേറൊരു എപ്പിസോഡിൽ ഈ ഗബ്രി റസ്മിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ അടുത്ത് എനിക്ക് അവളുടെ അടുത്ത് ഒന്നും തോന്നിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം അവർ തമ്മിൽ ഗബ്രി പ്രപ്പോസ് ചെയ്ത് ഗൈസ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വല്ലതൊക്കെ കാണാം. അതുവരെ നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തി പിടിച്ചേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.